നമസ്കാരം. മിസ്റ്റർ പിണറായി വിജയൻ സഖാവേ, താങ്കൾ എപ്പോഴാണ് കേരളത്തോട് സത്യം തുറന്ന് സമ്മതിച്ചിട്ടുള്ളത്? പറഞ്ഞു വരുന്നത് താങ്കളുടെ ഒരു പുതിയ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു പ്രതിയെ പോലീസ് അതിസാഹസികമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. അർജുൻ ആയങ്കി ഒരു വേളയിൽ പോലീസിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അഥവാ അർജുൻ ആയങ്കി എപ്പോഴും ഇറക്കുന്ന പ്രസ്താവനകൾ പോലീസിനും ഭരണകൂടത്തിനും എതിരെ ഉള്ളത് തന്നെയായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അർജുൻ ആയങ്കിയുടെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുൻപ് വന്ന ഒരു പോസ്റ്റ്. വളർന്ന പ്രസ്ഥാനം വേറെയാണ്, അതുകൊണ്ട് വിരട്ടാം എന്ന് വിചാരിക്കേണ്ട എന്ന അർത്ഥത്തിലായിരുന്നു അന്ന് രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ചുകൊണ്ട് അർജുൻ ആയങ്കി തൻ്റെ FB കുറിപ്പ് പുറത്തുവിട്ടത്. ഒരു പ്രതി ഒളിവിൽ കഴിയുമ്പോഴും എങ്ങനെയാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇടപെട്ട് വളരെ ശക്തമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ കഴിയുക എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. ഈ അർജുൻ ആയങ്കിയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഇത്തരം കുറിപ്പുകൾ വരുമ്പോൾ CPMൻ്റെ കണ്ണൂരിലുള്ള പല പ്രമുഖ നേതാക്കളടക്കം CPMൻ്റെ അനുഭാവികളടക്കം നിരവധി ആളുകളാണ് ആ പോസ്റ്റിന് ലൈക്കും കമൻറ്റും ചെയ്യുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. നമുക്ക് തിരിച്ച് പിണറായി വിജയനിലേക്ക് തന്നെ വരാം. പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അർജുൻ ആയങ്കിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല, എനിക്കതിൽ യാതൊരു പ്രതിഷേധവുമില്ല എന്നാണ് പറഞ്ഞത്. അർജുൻ ആയങ്കിയുമായി CPMന് യാതൊരു തരത്തിൽ ബന്ധമില്ല എന്ന് നേരത്തെ CPMൻ്റെ പല സമുന്നതരായ നേതാക്കളും, ആദ്യം MB ജയരാജൻ തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അർജുൻ ആയങ്കി വളർന്ന പ്രസ്ഥാനം വേറെയാണ് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അത് CPM ആയിരിക്കില്ല എന്ന് MB ജയരാജൻ അടിവരയിട്ട് പറഞ്ഞു. ഭാഗ്യം, അത് RSS ആണെന്നോ അല്ലെങ്കിൽ അർജുൻ ആയങ്കി വളർന്നു വന്നത് BJPയിലൂടെ ആണെന്നോ എന്നുള്ളത് MB ജയരാജൻ പറഞ്ഞില്ല. അത്രയും ആശ്വാസം. അതിൻ്റെ പുനരാവർത്തനം തന്നെയാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ ഒരു പ്രസ്താവനയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും അർജുൻ ആയങ്കിക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലും വ്യക്തിപരമായി പ്രതിഷേധമില്ല എന്നാണ് പറഞ്ഞത്. അർജുൻ ആയങ്കിക്ക് CPMുമായി യാതൊരു തരത്തിലും ബന്ധമില്ല. മിസ്റ്റർ പിണറായി വിജയൻ, താങ്കളോട് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും ചോദിക്കുന്നു. എന്നാണ് താങ്കൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേരള സമൂഹത്തോട് സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്? ഏതാണ്ട് 10 വർഷക്കാലം മുൻപ് നടന്ന TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് CPMന് യാതൊരു തരത്തിലും പങ്കില്ല എന്നാണ് അന്ന് പിണറായി വിജയൻ അടക്കമുള്ള CPMൻ്റെ എല്ലാ നേതാക്കളും പറഞ്ഞിരുന്നത്. CPM എന്ന മാതൃസംഘടനയിൽ ഇനി തുടർന്നു പോകാൻ സാധിക്കില്ല. ആ സംഘടനയിൽ വന്നിരിക്കുന്ന നയ വ്യതിയാനങ്ങൾ മൂലം അല്ലെങ്കിൽ ആ സംഘടനയിൽ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ചില നേതാക്കന്മാരുടെ CPMൽ നിന്നുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിനും അത്തരത്തിലുള്ള പ്രവൃത്തികൾക്കും കൂട്ടുനിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് CPM എന്ന മാതൃസംഘടന ഉപേക്ഷിച്ചുകൊണ്ട് TP ചന്ദ്രശേഖരൻ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി, RMP എന്ന ഒരു പാർട്ടി ഉണ്ടാക്കി പുറത്തു പോവുകയായിരുന്നു, CPMൽ നിന്നും വിട്ടുപോവുകയായിരുന്നു. ഇത് പിണറായി വിജയൻ അടക്കമുള്ള പല CPMൻ്റെ മുതിർന്ന നേതാക്കൾക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. TP ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടുപോയ അവസരത്തിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്ന് വരെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു CPMൻ്റെ. അക്കാലത്ത് പല CPM നേതാക്കളും പ്രസംഗിച്ച് നടന്നിരുന്നത് കല്ലിലടിച്ച പൂക്കൽ പോലെ TP ചന്ദ്രശേഖരൻ്റെ തല ചിന്നിച്ചിതറിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതൊരു ആവേശത്തിന് അവർ പ്രസംഗത്തിൽ പറഞ്ഞതാണ് എന്ന് പിന്നീട് പറഞ്ഞിരുന്നെങ്കിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വിശദീകരണം നൽകിയിരുന്നെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചു. ഒരു മെയ് മാസത്തിൽ TP ചന്ദ്രശേഖരൻ്റെ മുഖത്ത് 51 വെട്ടുവെട്ടിയാണ് അദ്ദേഹത്തെ കാലപുരുക്കി അയച്ചത്. അന്ന് കേരളത്തെ നടക്കുന്ന ആ കൊലപാതകം ഇന്നും കേരളത്തെ നടക്കുന്ന അത്രയും മൃഗീയമായ ക്രൂരമായ മറ്റൊരു കൊലപാതകം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും CPM പറഞ്ഞതാകട്ടെ, ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു തരത്തിലും ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ട് പ്രതികളെന്ന് ശിക്ഷിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം ആളുകളും CPMൻ്റെ പ്രവർത്തകരായിരുന്നു, CPMൻ്റെ ജില്ലാ ഉത്തരവാദിത്തങ്ങളുള്ള ആളുകൾ തന്നെയായിരുന്നു. കൊടിസുനിയെ പോലുള്ള ആളുകളാണ് കൊട്ടേഷൻ സംഘങ്ങളായി വന്നുകൊണ്ട് TP ചന്ദ്രശേഖരനെ വധിച്ചത്. എന്നാൽ കൊടിസുനിക്ക് TP ചന്ദ്രശേഖരനെ അറിയില്ല. TP ചന്ദ്രശേഖരനുമായി വ്യക്തിപരമായി യാതൊരു തരത്തിലും വൈരാഗ്യമില്ലാത്ത വ്യക്തി തന്നെയായിരുന്നു കൊടിസുനി.
പിന്നെ എന്തിനാണ് കൊടിശ്ശേരി ടി.പി. ചന്ദ്രശേഖരനെ വധിക്കുന്നത്? കൃത്യമായി തന്നെ അത് ആരുടെയോ കൊട്ടേഷൻ തന്നെയായിരുന്നു. ആ കൊട്ടേഷൻ ആരുടേതാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ടി.പി. ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ചില ആളുകളുടെ ഫോണിൽ നിന്നും തിരുവനന്തപുരത്തിലുള്ള ചില നേതാക്കന്മാരുടെ CPM-ലെ സമുന്നതരായ നേതാക്കളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് കണ്ടെത്താനും അത് കൃത്യമായി അന്വേഷിച്ച് പരിശോധിച്ച് അതിൻ്റെ ഉറവിടം കണ്ടെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ടി.പി. ചന്ദ്രശേഖരൻ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച CPM-ന്റെ സമുന്നതനായ നേതാവ് അല്ലെങ്കിൽ അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് ടി.പി. ചന്ദ്രശേഖരൻ്റെ വിധവയായ ഇപ്പോൾ ഒഞ്ചിയത്ത് MLA ആയ KK രമ പിന്നീട് മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ്റെ വധക്കേസിൽ തീർച്ചയായും CPM-ന്റെ ഭാരവാഹികൾ പോലും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയുണ്ടായി. അത് നമ്മൾ കേരളം കണ്ട് നടുങ്ങിത്തിരിച്ചതാണ്. അപ്പോഴും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി CPM-ന് ബന്ധമില്ല. പിന്നീട് ഷുഹൈബ് എന്ന ചെറുപ്പക്കാരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് CPM പ്രതിക്കൂട്ടിലായപ്പോഴും പറഞ്ഞു CPM-ന് ഈ കൊലപാതകവുമായി ഒരു ബന്ധവുമില്ല. ആകാശ് തില്ലങ്കേരി എന്ന CPM-ന്റെ P. ജയരാജൻ്റെ റെഡ് ആർമി എന്ന സംഘടനയുടെ പ്രമുഖ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആകാശ് തില്ലങ്കേരിയുമായി ഈ CPM-ന് യാതൊരു തരത്തിലും ബന്ധമില്ല എന്ന് CPM ഷുഹൈബ് വധത്തിന് ശേഷം പറയുകയുണ്ടായി. ഇപ്പോഴും ആകാശ് തില്ലങ്കേരി അകത്ത് തന്നെയാണ്, ജയിലിൽ തന്നെ കഴിയുന്നു. ഷുഹൈബ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടത് ആകാശ് തില്ലങ്കേരി തന്നെയാണ്. ആകാശ് തില്ലങ്കേരി CPM-ന്റെ സജീവ പ്രവർത്തകനായിരുന്നു. അപ്പോഴും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ തള്ളിപ്പറഞ്ഞത് CPM-മായി ആകാശ് തില്ലങ്കേരിക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അർജുൻ ആയങ്കിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾക്ക് CPM-മായി ഒരു തരത്തിലും ആകാശ് തില്ലങ്കേരിക്ക് ബന്ധമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പോലെ അർജുൻ ആയങ്കിയുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല, അയാൾക്കെതിരെ എന്ത് നടപടി വേണമെങ്കിലും ആഭ്യന്തര വകുപ്പിന് കൈക്കൊള്ളാൻ ഞങ്ങൾക്കതിൽ പ്രതിഷേധമില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. മിസ്റ്റർ പിണറായി വിജയൻ പൂർവ്വകാല ചരിത്രം, CPM-ന്റെ പൂർവ്വകാല ചരിത്രവും പൂർവ്വകാല കൊലപാതകങ്ങളും പരിശോധിക്കുമ്പോൾ അത്തരം കൊലപാതകങ്ങളിലെല്ലാം പങ്കെടുത്തിരുന്നത് CPM-ന്റെ പ്രവർത്തകർ തന്നെയായിരുന്നു. CPM-ന്റെ പ്രവർത്തകർ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അത്തരം കൊലപാതകങ്ങളിലെല്ലാം CPM-ന് ഒരു താല്പര്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പിന്നീട് കാലം വിലയിരുത്തിയിരിക്കുന്നത്. കോടതിയും ഇത് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആകാശ് തില്ലങ്കേരിയുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അർജുൻ ആയങ്കിയുമായും ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിക്കാൻ കൂടി തന്നെയാണ്, അല്ലെങ്കിൽ ആ കാര്യം കൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു വാർത്തയുടെ ഉദ്ദേശം തന്നെ എന്ന് എടുത്തു പറയട്ടെ. എന്തായാലും അർജുൻ ആയങ്കിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് നിയമ നടപടികൾ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.